പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എന്റെ ഈ ടെർബോ സ്പീഡ് കാറിന്റെ സ്പീഡ് എങ്ങനെയാ കുറഞ്ഞു പോയത്? ഫാസ്റ്റർ സൂപ്പർ സ്പീഡോ? ഓക്കേ ബഡി. ഇനി ഞാൻ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കില്ലെന്നാ തോന്നുന്നത്. പക്ഷേ കിക്കോയ്ക്ക് എന്നെ പിടിക്കുന്ന കാര്യം ഇംപോസിബിളിനേക്കാൾ ഏറെ വളരെ ഇംപോസിബിൾ ആണ്. ഇന്നത്തെ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊക്കെ കാണാൻ എത്ര ജനങ്ങളാ വന്നിരിക്കുന്നെന്ന് കണ്ടില്ലേ? ടെമ്പോ അണ്ണന്റെ കാറുകൾ കാണാനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം അതിമനോഹരമായ കാറുകൾ തന്നെയാണ്. അഭിനന്ദനങ്ങൾ. ഒരു അത്ഭുതം തന്നെയാണ്. അടിപൊളി. ലോകമെമ്പാടും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവായ കാറുകൾ തന്നെയാണ്. ചേട്ടാ, അത് കാർസ് അല്ല സാറേ, അവരൊക്കെ എന്റെ കുട്ടികളാണ്. അയ്യോ, ഇതാ എന്റെ മകള്. എന്റെ മക്കള് പ്രീതി കമല, സുന്ദരി കമല, അതാ കുട്ടി കമല. ഇന്ന് ഭയങ്കര ചൂടാ. വെയിലത്ത് ഐസ്ക്രീം മെൽറ്റ് ആയി പോകുന്നതിന് മുമ്പ് വേഗം കഴിക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോവും. എന്റെ ദൈവമേ, ഐസ്ക്രീം മൊത്തം ഉരുകിപ്പോയല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അതിനെ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കൂൺസ്. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അയ്യോ അയ്യോ, എന്റേതെല്ലാം എനിക്ക് നഷ്ടമായിപ്പോയി. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ജനങ്ങൾ ഇത്ര പേർ കൂടി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാ സംഭവിച്ചത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് വെയിൽ വളരെ കൂടുതലാ. അതുകൊണ്ട് ടെമ്പോണ്ടന്റെ കാറുകളെല്ലാം ഡാമേജ് ആയി. തന്നെ എങ്ങനെ സംഭവിക്കും? അതിനൊന്നും ചാൻസേ ഇല്ല. ഇതൊക്കെ കാറുകളാണ്, അല്ലാതെ ഐസ്ക്രീം അല്ല. അയ്യോ അയ്യോ, കാറുകളല്ല, അവരെന്റെ മക്കളാ. പ്രീതി കമല, സുന്ദരി കമല, കുട്ടി കമല. കിക്കോ, ഇവിടെ സംഭവിച്ചതൊക്കെ ഇംപോസിബിൾ ആണെന്ന് നീ എന്തിനാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അയ്യോ, ഇനി നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രയോജനവും. എന്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും വേസ്റ്റ് ആയി പോയി. ഇനി ഇവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. വെയിലിന്റെ ചൂട് കാരണം കാർ ഡാമേജ് ആവാൻ ചാൻസേ ഇല്ല. പിഗ്ലു, ഫട്ടാഫട്ട്. ടെമ്പോ അണ്ണന്റെ കാറുകൾ നമുക്ക് എപ്പോ കിട്ടും? വേഗം പറ. നാളെ ആ കാറുകളെല്ലാം റെഡിയാവും. നീ ആദ്യം പേയ്മെന്റ് റെഡിയാക്കി വെക്കാൻ നോക്ക്. പേയ്മെന്റ് ഇപ്പൊ തന്നെ റെഡിയാണ് ഫിഗ്ലു, ഫട്ടാഫട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ നീ എങ്ങനെ അറേഞ്ച് ചെയ്ത് തരുന്നത്?
നീ മാമ്പഴം മാത്രം തിന്നാ മതി റാക്ക. അത് എവിടുന്ന് വന്നൊന്നും നീ നോക്കണ്ട. അയ്യോ സോറി. സുന്ദരി കമല, പ്രീതി കമല, കുട്ടി കമല, ഇവരുടെയൊക്കെ എൻജിൻസ് പോലും മെൽറ്റ് ആയി പോയിരിക്കുകയാണ്. നിങ്ങളുടെ അച്ഛനായ എനിക്ക് പോലും നിങ്ങളെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സ്ക്രാപ്പ് മെറ്റീരിയൽ മേടിക്കുന്നവന്റെ അടുത്തേക്ക് അയച്ചേ പറ്റൂ. ഞാൻ സ്ക്രാപ്പ് മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നവനാണ്. സ്ക്രാപ്പ് മെറ്റീരിയലിന്റെ ഗന്ധം എന്നെ വളരെ ദൂരത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കളക്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നാ. ഇനി ഇതെല്ലാം നീ എടുത്തോണ്ട് പോകേണ്ടത് തന്നെയാണ്. എടുത്തോണ്ട് പൊയ്ക്കോ. ഈ സ്ക്രാബ് എല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 20,000 രൂപ തരാൻ സമ്മതമാണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി. 20,000 രൂപയോ? ഞങ്ങൾക്ക് സമ്മതമല്ല, പക്ഷേ ഡബിൾ സമ്മതം. ഷേടാ, എന്ത് പറ്റി കീക്കോ? നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? ടെമ്പോണ്ണയുടെ വണ്ടികൾ എങ്ങനെ ഡാമേജ് ആയെന്ന് ആലോചിക്കായിരുന്നു. ചൂട് കാരണം വണ്ടികൾ ഡാമേജ് ആവുന്നെന്ന് പറഞ്ഞ ചാൻസേ ഇല്ല. നീ പറയുന്നത് ശരിയാണ് കീക്കോ. നീ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഞാനും ഒരുപാട് ആലോചിച്ചു. സത്യം പറയണെങ്കില് ടോട്ടൽ കൺഫ്യൂഷൻ. മേയറങ്കിൾ എന്തിനാ പെട്ടെന്ന് ഇത്രയധികം സന്തോഷിക്കുന്നത്? ഈ സിറ്റുവേഷനിൽ അദ്ദേഹം എങ്ങനെയാന്ന് അറിയാലോ. അതിനെ കുറിച്ച് പറയണമെങ്കിൽ വെരി സാഡ്. ഒരു മിനിറ്റ്, എന്താ കാര്യം ചോദിക്കാം. എന്താ പറ്റിയത് മേയറങ്കിൾ? എന്താ അങ്കിളിന് ഇന്ന് ഇത്രയധികം സന്തോഷം? എന്റെ ഫ്രണ്ട് ടെമ്പോ അണ്ണന്റെ ലോസ് ഒരല്പം കുറഞ്ഞിരിക്കുകയാണ്. ഒരു നല്ല കാര്യം സംഭവിച്ചു. അതായത് ഒരു സ്ക്രാപ്പ് ഡീലർ ആ ഡാമേജ് ആയ കാറുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ടെമ്പോ അണ്ണയുടെ ഡാമേജ് ആയ കാറുകൾ സ്ക്രാപ്പ് ഡീലർ വാങ്ങിച്ചോണ്ട് പോയെന്നോ? ആ, കൊണ്ടുപോയി 20,000 രൂപയ്ക്ക്. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആരെങ്കിലും ഇതുപോലെ ഡാമേജ് ആയ കാറുകൾക്ക് 20,000 രൂപ കൊടുക്കോ? നമുക്കിപ്പോ അതാദ്യം കണ്ടെത്തണം. ഇപ്പൊ ഞാൻ എന്റെ മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിഗ്ലു ഫടാഫട്ട്. കിക്കോ, നീ CCTV ഫുട്ടേജിൽ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്കിൾ, വെയില് കാരണം കാറ് ഡാമേജ് ആവാൻ ചാൻസേ ഇല്ല. വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അത് തേടി കണ്ടെത്താനാ ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ ഫുട്ടേജസ് പല പ്രാവശ്യം ചെക്ക് ചെയ്തതാണ്, പക്ഷേ ഇതിൽ നിന്നും സംശയിക്കുന്ന രീതിയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അങ്കിൾ, ഞാൻ ഈ ഫുട്ടേജസ് എടുത്തോണ്ട് പോയി പേഴ്സണലായി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നീ ഈ ഫുട്ടേജ് ഒക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലീസ് അങ്കിൾ, ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ സൺസിറ്റിക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരം അപകടമാണെന്ന് നമ്മൾ തീർച്ചയായും കണ്ടെത്തിയേ പറ്റൂ. ശരി കീക്കോ, നീ സൺസിറ്റിയുടെ രക്ഷകനാണ്. നീ നമ്മുടെ സൺസിറ്റിയെ പല ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. നീ ഈ ഫുട്ടേജസ് ധാരാളമായി എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്തോളൂ. താങ്ക് യു അങ്കിൾ. ഇത് കണ്ടോ അങ്കിൾ? അവിടെ ഒരു കാറ് സൂപ്പർ ടർബോ സ്പീഡിൽ പുറകിലൂടെ പോയത് കണ്ടോ? അതും ടെമ്പോണ്ണയുടെ കാറുകൾ ഡാമേജ് ആയതിനു ശേഷം. ഒരുപക്ഷെ ഇവനായിരിക്കും ആ കാറുകൾ ഡാമേജ് ചെയ്തത്. കറക്റ്റ്. പക്ഷേ ടർബോ സ്പീഡ് കാർ അത് ഒരിക്കലും നോർമൽ കാർ അല്ല. CCTV ഫുട്ടേജ് ഞാൻ 2000 ടൈംസ് സ്ലോ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു.
എന്നിട്ട് പോലും എനിക്ക് ആ ടെർബോ സ്പീഡ് കാറിന്റെ മൂവ്മെന്റ്സ് നോർമൽ ആയിട്ട് കാണാൻ പ്രയാസപ്പെട്ടു. അതായത് ടെർബോ സ്പീഡ് കാർ നോർമൽ കാറിനേക്കാളും 2000 ടൈംസ് സ്പീഡായിട്ട് ചലിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അയാൾ ആ ടർബോ സ്പീഡ് കാറിൽ കയറി എസ്കേപ്പ് ആയിരിക്കുകയാണ്. അത്ര സ്പീഡായിട്ടാണ് എസ്കേപ്പ് ആയത്. എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. കറക്റ്റ്. ഇനിയിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നു കീക്കോ? അയാളെ ഞാൻ മടക്കി പിടിച്ചേ പറ്റൂ. അത് നീ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? അങ്കിളുടെ സഹായത്തോടെ. ഡോക്ടർ ഖുറാന, ഇത്ര വലിയ ഇൻവെൻഷൻ എപ്പോഴാണ് കണ്ടെത്തിയത്? എനിക്ക് പോലും ആ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ടോട്ടൽ ലോകത്തിലും ഏറ്റവും വിലയുയർന്ന ഒരു സ്റ്റോണിനെ കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. കൊള്ളാം. ഈ ഇൻവെൻഷൻ കാരണം നമ്മുടെ സൺസിറ്റിയുടെ പേര് പോപ്പുലർ ആവും അങ്കിൾ. ആഹാ, നീ പറഞ്ഞത് വളരെ ശരിയാണ് കീക്കോ. പക്ഷെ പോപ്പുലാരിറ്റിയുടെ കൂടെ ചേർത്ത് സൺസിറ്റിക്ക് അപകടവും സംഭവിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇത്രയ്ക്ക് എക്സ്പെൻസീവ് ആയ സ്റ്റോൺ അടിച്ചു മാറ്റാനായിട്ട് ഒരുപക്ഷെ ആരെങ്കിലും ശ്രമിച്ചാലോ? നമ്മൾ എന്ത് ചെയ്യും? മമ്മി, ഏത് കള്ളം വന്നാലും കൊള്ളക്കാരൻ വന്നാലും പിടിക്കാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഏതൊരു പഠിച്ച കള്ളനായാലും ശരി, അവൻ ഈ എക്സ്പെൻസീവ് സ്റ്റോണിനെ അടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. ആരും അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം കള്ളൻ വന്ന് അത് അടിച്ചു മാറ്റുന്ന സമയത്ത് തടഞ്ഞു നിർത്തുന്ന കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ട് ആണ്. മോഷണം തടഞ്ഞു നിർത്താൻ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നോ? ഇക്കാര്യം ആരോടും പറയരുത്. പല വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നൊരു കള്ളൻ വന്നു. സൺസിറ്റിയിൽ ഒരുപാട് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വന്നതാ. ഞാൻ ആ കള്ളനെ എടുത്തിട്ടങ്ങ് പെരുമാറി കളഞ്ഞു. അതുകൊണ്ട് ആ കള്ളൻ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഡൈനോസറിന്റെ കൂടെ ചേർന്ന് എന്റെ പ്രിസണിലാണ് അവൻ ഇരിക്കുന്നത്. ഡൈനോസറിനോടൊപ്പം അങ്കിളുടെ പ്രിസണിലോ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇപ്പൊ തന്നെ ടെമ്പോ അണ്ണന്റെ കാറുകൾ പോലെ ഈ എക്സ്പെൻസീവ് സ്റ്റോണും ഡാമേജ് ആയി പോവും. പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എക്സ്പെൻസീവ് സ്റ്റോൺ അതെങ്ങനെയാ പെട്ടെന്ന് ഡാമേജ് ആയത്? മമ്മി, ഓടിക്കോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ടർബോ സ്പീഡ് കാർ തടഞ്ഞു നിർത്തിയേ പറ്റൂ. പക്ഷേ ടർബോ സ്പീഡ് കാറിന്റെ സ്പീഡിനെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 538. ആക്ടിവേറ്റിംഗ് ഫോർമുല 538. ഇപ്പോഴെല്ലാം അൾട്രാ സ്ലോ മോഷനിലാണ് മൂവ് ആകുന്നത്, ഇൻക്ലൂഡിംഗ് ദ ടർബോ സ്പീഡ് കാർ. പക്ഷേ സൂപ്പർ സ്പീഡോയുടെ ആന്റി സ്ലോ മോഷൻ മെക്കാനിസം ഉള്ളത് കൊണ്ട് സൂപ്പർ സ്പീഡോ മാത്രം നോർമൽ സ്പീഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ്. നമുക്ക് ആ കാറിനെ ഈസി ആയിട്ട് മടക്കി പിടിക്കാം. നൗ ലെറ്റ്സ് ബിഗിൻ സൂപ്പർ സ്പീഡോ. ഓക്കെ ബഡി. പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എന്റെ ഈ ടെർബോ സ്പീഡ് കാറിന്റെ സ്പീഡ് എങ്ങനെയാ കുറഞ്ഞു പോയത്? ഫാസ്റ്റർ സൂപ്പർ സ്പീഡോ. ഓക്കെ ബഡി. ഇനി ഞാൻ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കില്ലെന്നാ തോന്നുന്നത്. പക്ഷേ കിക്കോയ്ക്ക് എന്നെ പിടിക്കുന്ന കാര്യം ഇംപോസിബിളിനേക്കാൾ ഏറെ വളരെ ഇംപോസിബിൾ ആണ്. എല്ലാത്തിനെയും ഞാൻ ഒരൊറ്റ മിനിറ്റിൽ നശിപ്പിച്ചിരിക്കും. എന്റെ കയ്യിലുള്ളത് മെൽറ്റിംഗ് ഗണ്ണാണ്. ഞാനാണ് ഫിഗിലു ഫടാഫട്ട്. യെസ് സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 231. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 231. ചേടാ, ഇതെന്താ? എന്റെ മെൽറ്റിംഗ് ഗണ്ണിനെ പോലും കീക്കോ ഡീആക്ടിവേറ്റ് ചെയ്തു എന്നാ തോന്നുന്നേ.
കീക്കോ, ഇനി ഫിഗിലു ഫടാഫട്ട് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ആദ്യം അവനെ ബ്ലോക്ക് ചെയ്യേ. ആ ടർബോ സ്പീഡ് കാറിനെ ബ്ലോക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 537 അത് ആക്ടിവേറ്റ് ചെയ്ത് എല്ലാം നോർമൽ ആക്കി മാറ്റ്. എനിക്ക് നല്ലോണം അറിയായിരുന്നു നീ തന്നെയാണ് ടെമ്പോണയുടെ കാർസിനെ ഏതാണ്ട് ഒരു പ്ലാനിങ്ങോടെ മെൽറ്റ് ആക്കിയതെന്ന്. നിന്റെ പ്ലാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ടെമ്പോണന്റെ കാർ എനിക്ക് മെൽറ്റ് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അതല്ലാതെ എനിക്ക് വേറൊരു പ്ലാനിങ്ങും ഇല്ല. ഇംപോസിബിൾ. അതല്ലാതെ നിനക്ക് മറ്റൊരു പ്ലാനിങ്ങും ഇല്ലെങ്കിൽ നീ തന്നെ നേരിട്ട് വന്ന് ടെമ്പോണയുടെ കാറുകൾ കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോവില്ലായിരുന്നു. നിന്നെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഏറെ സ്മാർട്ട് ആണെന്ന് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു. എനിക്ക് ഏതെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ ആദ്യം ആ സാധനം മെൽറ്റ് ചെയ്ത് മാറ്റും. അതിനുശേഷം കുറഞ്ഞ വിലയിൽ ആ ഡാമേജ് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോവും. എന്നിട്ട് ഞാൻ അതിന്റെ ഗോഡൌണിൽ വെച്ച് ആന്റിഡോട്ട് സ്പ്രേ ഉപയോഗിച്ച് നോർമലാക്കി മാറ്റും. അതിനുശേഷം ഞാൻ അതൊക്കെ നല്ല വിലയ്ക്ക് വിറ്റ് കാശാക്കും. ഒരുപാട് പണം സമ്പാദിക്കും. പക്ഷെ അതെല്ലാം തെറ്റാണ്. ഫിഗ്ലു ഫടാഫട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റോങ് തന്നെയാണ്. പിന്നെ ഫിഗ്ലു ഫടാഫട്ട് അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയോ? അതും റോങ് തന്നെയാടാ. ബിഗ്ലു ഫടാഫട്ട്, ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കണം. റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ ജയിക്കാനേ പറ്റില്ല. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. നിനക്ക് പറ്റോ? അതെ, ഞാൻ തോൽപ്പിക്കും. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലല്ലേ എന്നെ തോൽപ്പിക്കാൻ പറ്റൂ. സോറി കിക്കോ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഇംപോസിബിൾ എന്നൊരു കാര്യം ഒരിക്കലുമില്ല. ഇപ്പൊ നീ നോക്കിക്കോ, റൈറ്റ് എങ്ങനെയാണ് റോങ്ങിനെ തോൽപ്പിക്കുന്നതെന്ന് നോക്ക്. ഇപ്പൊ ഞാൻ ഈ മെൽറ്റിംഗ് ഗണ്ടിന്റെ ഇന്റൻസിറ്റിയെ വളരെ അധികമാക്കാൻ പോവുകയാണ്. അതിനുശേഷം നീ മൊത്തമായി കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. ഇപ്പൊ നിന്റെ റൈറ്റിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് വെക്കാൻ പോവുകയാണ്. നിരന്തരമായി നിനക്കൊരു എൻ കാർഡ് ഇടാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്ത് റോങ്ങിനെ തോൽപ്പിച്ചേ പറ്റൂ. ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്തേ പറ്റൂ. റൈറ്റ് ഒരിക്കലും റോങ്ങിന്റെ മുൻപിൽ തോൽക്കില്ല. ഫിഗ്ലു ഫടാഫട്ട്, നിന്റെ കയ്യിൽ ഇപ്പൊ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ നീ സമ്മതിക്ക്, റോങ് റൈറ്റിന്റെ മുൻപിൽ തോറ്റൊന്ന് സമ്മതിക്ക്. അല്ലെങ്കിൽ റൈറ്റ് റോങ്ങിനെ പ്രൂവ് ചെയ്ത് കാണിക്കും. റൈറ്റ് തന്നെയാണ് റോങ്ങിനെ ജയിക്കുന്നതെന്ന് കാണിക്കും. നീ കത്തിക്കരിഞ്ഞ് ചാമ്പലാവും. അയ്യോ അയ്യോ അയ്യോ, എന്റെ കുട്ടികൾ നല്ല രീതിയിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിനുള്ളിൽ ഹാപ്പിനെസ് ഗിറ്റാർ വായിക്കാണ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ഡോക്ടർ ഖുറാന എത്തിക്കഴിഞ്ഞു. വെൽക്കം ഡോക്ടർ ഖുറാന, വെൽക്കം. ഞാൻ വേൾഡ് റെക്കോർഡിലുള്ള ആളുകളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പേരും സൺസിറ്റിയുടെ പേരും വേൾഡ് റെക്കോർഡ് ബുക്കിൽ ആഡ് ആവാൻ പോവുകയാണ്. കാരണം നിങ്ങളാണ് ഈ വേൾഡിൽ വളരെ വിലയേറുന്ന സ്റ്റോണിനെ കണ്ടെത്തിയിരിക്കുന്നത്.
അത് വെറും ഒരു സാധാരണ സ്റ്റോൺ തന്നെയാണ്. ഞാൻ വരുന്ന വഴിക്ക് വെച്ച് എടുത്തു തന്നെയാണത്. ഈഷ്, നിങ്ങൾ ഇതിപ്പോൾ എന്താണ് പറയുന്നത് ഡോക്ടർ ഖുറാന? ആ സ്റ്റോണിനെ കുറിച്ചുള്ള കഥ ഞാനും ഖുറാന അങ്കിളും ചേർന്ന് ഫിഗ്ലു ഫടാഫട്ടിനെ നമ്മുടെ വലയിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഈഷ്, അവസാനം ഞാനും മണ്ടനായി പോയല്ലോ. മണ്ടനെ പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുന്നവൻ ബുദ്ധിമാൻ. ചില സമയത്ത് ബുദ്ധിമാൻ പോലെ അവസാന നിമിഷത്തിൽ മണ്ടനായി മാറാറുണ്ട്. സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം കിക്കോയുടെ ആ കഥ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും മണ്ടനാക്കി എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവൻ പറഞ്ഞ കഥ കാരണം സൺസിറ്റി വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാനൊരാൾ ഒറ്റയ്ക്കല്ല ചെയ്തത്. ഖുറാന അങ്കിളും സൂപ്പർ സ്പീഡോയും ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. ഈഷ്, ടോക്കിയോ മുഴുവനും ഇങ്ങനെ ചുറ്റിക്കാണുമ്പോൾ വളരെ ജോളിയായിട്ട് തോന്നുന്നു. താങ്ക് യു കിക്കോ. നിങ്ങൾ എന്തിനാ എനിക്ക് താങ്ക് യു പറയുന്നത് മേയർ അങ്കിൾ? അയ്യോ, നീ കാരണമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ടോക്കിയോ ചുറ്റിക്കറങ്ങാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. സത്യ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇന്ന് ടോക്കിയോയിലുള്ള സ്റ്റേഡിയമില് സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ വരുന്ന ഓരോ അത്ലറ്റും തന്റെ ടാലന്റ് കാണിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ അതിൽ കിക്കോയും പങ്കെടുക്കാൻ പോവാണോ? അഥവാ അവൻ പങ്കെടുക്കുകയാണെങ്കിലേ അതിൽ ഞാനും പങ്കെടുക്കാൻ തയ്യാറാണ്. ഞാൻ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ല വന്നത്. അതൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്ന് കാണാനാ വരുന്നത്. ടോക്കിയോ സിറ്റിയുടെ ബെസ്റ്റ് അത്ലറ്റ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അവരാണ് നമ്മളെ എല്ലാവരെയും സ്പോർട്സ് ഡേക്ക് വേണ്ടി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമുക്കിന്ന് നാട് ചുറ്റിക്കറങ്ങാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കാണ്. ഫടാഫട്ട് ഇറങ്ങി വന്നില്ലേ? കാലക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം കിക്കോ നമ്മളെല്ലാരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയുകയായിരുന്നു. കിക്കോ, വാ നമുക്ക് ചെന്ന് നിന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാം. എന്നിട്ട് അവരുടെ ഒപ്പം ഒരു സെൽഫി എടുക്കാം. വേണ്ട ടോണി, ഇപ്പൊ വേണ്ട. അവരുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യാം. ഇപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ഹലോ കിക്കോ, എന്റെ പേര് ഫിറ്റോഷെ. ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഹലോ ജി, ഐ ആം എ ടെമ്പോ അണ്ണ. ഞങ്ങൾ ആരും നിങ്ങളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, എന്നാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനാണ് ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ വൈസ് ചെയർമാൻ. പിന്നെ ഇദ്ദേഹമാണ് ഈ സ്റ്റേഡിയത്തിന്റെ കെയർ ടേക്കർ ചോക്കി. ഈ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതൽ സെക്യൂരിറ്റി വരെ ഇദ്ദേഹമാണ് എല്ലാം നോക്കുന്നത്. ഹലോ ഫുട്ടോഷി ആൻഡ് ചോക്കി അങ്കിൾ, നിങ്ങളെ കണ്ടതിൽ എനിക്കും വളരെ സന്തോഷം.
അദ്ദേഹമാണ് മിസ്റ്റർ അക്കീട്ടോ, ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ. പക്ഷേ സ്പോർട്സ് അക്കാഡമിയിലെ ചെയർമാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ആവശ്യം എന്താ ഉള്ളത്? അതെന്താന്ന് വെച്ചാല് ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ വളരെ പവർഫുൾ ആയ ഒരാളാണ്. സ്പോർട്സിൽ ചെലവാകുന്ന ഒരുപാട് കാശ് കളക്ട് ചെയ്തിട്ട് ചെലവ് ചെയ്യുന്നതിൽ തുടങ്ങി പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് വരെ അദ്ദേഹമാണ്. പക്ഷേ ഇത് വെറും പവർഫുൾ അല്ല, ഭയങ്കര പവർഫുൾ ആണ്. വെരി വെരി പവർഫുൾ. എന്നാല് ഞാൻ അല്പം കഴിച്ചോട്ടെ. ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവും. നിങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിൽ ചെന്നിരിക്കുക. ഞാൻ മിസ്റ്റർ ചെയർമാൻ അക്കീട്ടോട് അടുത്ത് ചെന്ന് ഇരിക്കാൻ പോവുകയാണ്. ചോക്കി, നീ ഇവരെല്ലാവരും നല്ലോണം നോക്കിക്കോണം കേട്ടോ. ടോക്കിയോ സിറ്റിയിലെ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സിറ്റിയിലെ 3 ബെസ്റ്റ് അത്ലറ്റ്സ് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഡാർജോ ഷോട്ട് പുട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഐസ് ആൻഡ് ഡിസ്കസ്ഡ്, പിന്നെ ഹീറോ ജാവലിൻ. ഈ 3 പ്ലേയേഴ്സും എല്ലാവരും അവരവരുടെ ഗെയിമിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് ഇന്ന് ഇവർ 3 പേരും ഒന്നിച്ച് ചേർന്ന് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കുന്നു. അതായത് ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, പിന്നെ ജാവലിൻ ത്രോ. അത് ഒരേ സമയത്ത് ഇവർ എറിയാൻ പോവുകയാണ്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. തീർച്ചയായും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. ഈ പുക കാരണം എനിക്ക് ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 375 അപ്ലൈ ചെയ്യ്. സ്റ്റേഡിയത്തിനകത്ത് പുക ഇല്ലാതാക്ക്. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 375. ഓടിക്കോ. ആ 3 അത്ലറ്റ്സും എങ്ങോട്ടാ പോയത്? കിക്കോ, ചെയർമാൻ പിന്നെ വൈസ് ചെയർമാൻ അവരെ കാണുന്നില്ല. അയ്യോ അയ്യോ അയ്യോ, അവര് രണ്ടുപേരെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, വേഗം ആ കാറിനെ ഫോളോ ചെയ്യേ. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ.
സഹായിക്കണേ, സഹായിക്കണേ, please, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഇത് ഫുട്ടോഷി അങ്കിളുടെ ശബ്ദമാണല്ലോ. പക്ഷേ ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? കീക്കോ, ഞാൻ ഇവിടെ ഉണ്ട്, ഒന്ന് താഴേക്ക് നോക്ക്. കീക്കോ, എന്റെ കയ്യിൽ അല്പസമയത്തിനുള്ളിൽ സ്ലിപ്പാവുമെന്ന് തോന്നുന്നേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പെട്ടെന്ന് രക്ഷിക്കൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 230. ഓക്കേ ബഡി. ഫുട്ടോഷി അങ്കിൾ അക്കിറ്റോ അങ്കിൾ എവിടെയാ ഉള്ളത്? കിക്കോ, കിഡ്നാപ്പേഴ്സ് എന്നെയും മിസ്റ്റർ അക്കിറ്റോയെയും രണ്ട് വേറെ വേറെ കാറുകളിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. എന്റെ കാറിൽ 4 കിഡ്നാപ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ വണ്ടി ദേ അവിടെ വീണ് കിടക്കാണ്. നിങ്ങൾ മാത്രം ആ കാറിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? കാറാ കുഴിക്കകത്ത് വീഴുന്നതിന് മുമ്പ് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് എടുത്ത് ചാടി. മരത്തിൽ പിടിക്കുകയും ചെയ്തു. അതിനു മുമ്പ് കിഡ്നാപ്പേഴ്സ് പാരാഷൂട്ടിൽ എടുത്ത് ചാടി. അവർ വളരെ സേഫായി ആ താഴ്വരയിൽ ചെന്ന് ഇറങ്ങി എസ്കേപ്പ് ആയി. അവരുടെ കാറാ കുഴിക്കകത്ത് വീണ് ചിന്ന ഭിന്നമായി ചിതറിപ്പോയി. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അക്കിറ്റോ അങ്കിളിനെ ആരാ കിഡ്നാപ്പ് ചെയ്തേ? കീക്കോ, എനിക്ക് തോന്നുന്നത് ആ അക്കീറ്റോ അങ്കിൾ ഹെലികോപ്റ്ററിൽ ഉണ്ടെന്നാണ്. വരൂ, നമുക്ക് ചെന്ന് അയാളെ ഫോളോ ചെയ്ത് നോക്കാം. എന്റെ ഓട്ടോ റിപ്പയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഹലോ, ഹാ പറയ്. ശരി, പിടിച്ചു വെച്ചേക്ക്. ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. ചെയർമാനെ കിഡ്നാപ്പ് ചെയ്തവരെ പിടിയിലായി കഴിഞ്ഞു. വേഗം വാ, നമുക്ക് അവരെ ചോദ്യം ചെയ്യാം. എന്നിട്ട് ചെയർമാനെ രക്ഷിക്കാം. അക്കിറ്റോ അങ്കിളുടെ കിഡ്നാപ്പേഴ്സ് ആരാണ്? അയ്യോ, ഇവന്മാര് തന്നെയാ. ഇവരോ? പക്ഷെ ഇവരെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവരെ ആരെ പിടിച്ചോണ്ട് വന്നത്? ലോകത്ത് ആര് എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. അതൊരു കടങ്കഥ പോലെയാണ്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇവന്മാര് 3 പേരും ബോംബ് ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം എസ്കേപ്പ് ആയിരിക്കുക. പിന്നെ നമ്മുടെ സാറാണ് വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇവന്മാരെ സാഹസികമായി പിടികൂടിയത്. ഇല്ല കീക്കോ, ഞങ്ങൾ ഒരു ബോംബ് ബ്ലാസ്റ്റും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത്? സാറേ, ഞങ്ങളത് കണ്ടപ്പോ പേടിച്ചുപോയി. അതുകൊണ്ട് അവിടെ വിട്ട് ഓടിപ്പോയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞങ്ങൾ എന്തിനാ ചെയർമാൻ സാറിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ജയിലിലേക്ക് പോയതിനു ശേഷം അതിനുള്ള ഉത്തരം പറഞ്ഞേക്കും. ഗാർഡ്സ്, ഇവന്മാരെ അറസ്റ്റ് ചെയ്യ്. ഒരു മിനിറ്റ് ഫുട്ടോഷി അങ്കിൾ, അവര് പറഞ്ഞത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊരു സിമ്പിൾ കേസാണ് കിക്കോ. ഇവരാദ്യം തന്റെ ഷോർട്ട് പുട്ട്, ഡിസ്കസ്, ജാവനിൽ ബോംബ് ഫിക്സ് ചെയ്തിരിക്കുക. പിന്നെ സ്റ്റേഡിയം ബ്ലാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സന്ദർഭം നോക്കി ഇവന്മാരുടെ ആളുകള് ചെയർമാൻ സാറിനെ നൈസായി കടത്തിക്കൊണ്ട് പോയിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ആ ബ്ലാസ്റ്റായ സ്ഥലമൊന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, ഞാൻ ആ 3 തിങ്സും സ്കാൻ ചെയ്തു. പക്ഷെ അതിലൊന്നും ബോംബ് വെച്ചതിന്റെ അടയാളം പോലുമില്ല. മറ്റൊരു കാര്യം, ഒരു പ്രാവശ്യം ഈ ഗ്രൗണ്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ബോംബുകൾ സ്പോർട്സ് വെപ്പണിലല്ല, ഗ്രൗണ്ടിനടിയിലാ ഉള്ളത്. ആരോ ഗ്രൗണ്ടിനടിയിൽ ലാൻഡ് മൈൻസ് ഫിക്സ് ചെയ്തിരിക്കുക. ഒരു വാക്കിൽ പറയണമെങ്കിൽ വൈ? കാരണം അവര് 3 പേരും അവരുടെ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുമ്പോൾ അവര് പൊട്ടിച്ചിതറും. ആ മൈൻസിനെ ആരോ ഇവിടെ നേരത്തെ കുഴിച്ചു മൂടിയിരിക്കുക. ഇവരെല്ലാരും ഷോർട്ട് പുട്ട്, ഡിസ്ക്, ജാവലിൻ ത്രോ എറിഞ്ഞില്ലേ? അപ്പൊ അത് വന്ന് തട്ടിയതും ലാൻഡ് മൈൻസ് പൊട്ടിത്തെറിച്ചു. ആ ബ്ലാസ്റ്റ് ഒരു കാരണമാക്കി ആരോ അക്കിറ്റോ അങ്കിളിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുക. പക്ഷേ കീക്കോ, കിഡ്നാപ്പർ കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ലാൻഡ് മൈൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലത്താണ് അത്ലറ്റ്സ് ചെല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം കിഡ്നാപ്പറിന് എങ്ങനെ മനസ്സിലായി? എത്ര ദൂരം എറിയുമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? കാരണം കിഡ്നാപ്പേഴ്സിന് അത്ലറ്റ്സിന്റെ പവർ നന്നായി അറിയായിരിക്കും. ഈ ഗ്രൗണ്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. ചെയർമാൻ സാറിനെ ആരായിരിക്കും കടത്തിക്കൊണ്ട് പോയത്? അവരെന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അതിനേക്കാളും പ്രധാനം എന്താണെന്നറിയോ? നമ്മൾ അക്കിറ്റോ അങ്കിളിനെ സേഫ് ആയിട്ട് രക്ഷിച്ചേ പറ്റൂ. വാ സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടൻ തന്നെ അക്കിറ്റോ അങ്കിളിനെ അന്വേഷിക്കാം. ഓൾ റൈറ്റ് ബ്രോ, ലെറ്റ്സ് ഗോ.
കീക്കോ, നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഫുട്ടോഷി അങ്കിളിനെ കിഡ്നാപ്പേഴ്സ് ഈ കാറിലാണ് തട്ടിക്കൊണ്ടുപോയത്. വാ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 230 അപ്ലൈ ചെയ്യ്. എന്നിട്ട് അക്കിറ്റോ അങ്കിളിനെ തേടി നോക്കാം. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഒരു ഹെലികോപ്റ്റർ നമ്മളെ അറ്റാക്ക് ചെയ്തില്ലേ? അത് ഈ ഡയറക്ഷനിലാണ് പോയത്. ഈ ലൊക്കേഷനിൽ കണ്ണെത്തും ദൂരത്ത് ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ. ആ ഹെലികോപ്റ്റർ തീർച്ചയായിട്ടും ഈ ഐലൻഡിൽ തന്നെയായിരിക്കും ലാൻഡ് ആയത്. വേഗം വാ. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അപ്പോ അത് ലാൻഡ് ആവാൻ ഹെലിപാഡും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. കണ്ടോ, ദേ അവിടെയുണ്ട് ഹെലിപാഡ്. വാ, നമുക്ക് താഴെ ഇറങ്ങാം. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഇനി നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. എല്ലാം വളരെ സൈലന്റ് ആയിട്ട് ചെയ്യണം. നീ ഫോർമുല നമ്പർ 25 അപ്ലൈ ചെയ്ത് നിന്റെ സൈസ് ചെറുതാക്കി മാറ്റ്. ഓക്കെ ബ്രോ, അതുപോലെ തന്നെ ചെയ്യാം. ഞാനൊരു ടോയ് കാറായി മാറിയേക്കാം. കിഡ്നാപ്പേഴ്സ് അക്കിറ്റോ അങ്കിളിനെ ആ റൂമിൽ അടച്ചു വെച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. ഫോർമുല നമ്പർ 578 അപ്ലൈ ചെയ്യ്. യെസ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 578. ഇതെല്ലാം കാറുകളാണോ അതോ ഫുട്ബോളാണോ? എങ്ങനെ വന്ന് വീഴുന്നതെന്ന് കണ്ടില്ലേ? സൂപ്പർ സ്പീഡോ, അക്കിറ്റോ അങ്കിളിനെ കിട്ടി. നമുക്ക് വേഗം പോവാം. ഓക്കെ ബഡി. താങ്ക് ഗോഡ്. അക്കേറ്റോ സാർ, നിങ്ങൾ വളരെ സേഫായി തിരിച്ചെത്തിയല്ലേ? ശരി, ഓക്കെ. എന്തായാലും കിഡ്നാപ്പറുടെ പ്ലാൻ നമ്മൾ ഫെയിൽ ആക്കി കളഞ്ഞില്ലേ? ഇല്ല മേയർ അങ്കിൾ, നമ്മള് കിഡ്നാപ്പേഴ്സിനെ പിടിക്കാത്തത് വരെ ഈ അപകടം അവസാനിക്കില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് കീക്കോ. നമ്മൾ എങ്ങനെയെങ്കിലും ആ കിഡ്നാപ്പറെ തേടി കണ്ടെത്തണം. തേടേണ്ട ആവശ്യമൊന്നുമില്ല ഫുട്ടോഷി അങ്കിൾ. ആ കിഡ്നാപ്പർ ഇപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്.
ഞാനോ? ഓ ഇല്ലില്ല, നിങ്ങളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അപ്പോഴേ നിങ്ങളോട് സംശയം തോന്നിയതാ. കിഡ്നാപ്പർ അക്കിറ്റോ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത ശേഷം പണം ഒന്നും ചോദിച്ചില്ല. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതേ ഉള്ളൂ. പക്ഷെ കീക്കോ, ഫുട്ടോഷി അങ്കിൾ അക്കീട്ടോ അങ്കിളിനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? കാരണം അയാൾ ടോക്കിയോ സ്പോർട്സ് കമ്പനിയുടെ ചെയർമാൻ ആകാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലേ അക്കിറ്റോ അങ്കിളിന്റെ പവേഴ്സ് ഒക്കെ ഇയാൾക്ക് കിട്ടൂ. അല്ലല്ല, ഇതെല്ലാം വെറും പച്ച കള്ളമാണ്. കിക്കോ, നിന്റെ കൈവശം എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ആ കിഡ്നാപ്പേഴ്സ് നിന്നെ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ നീ പറഞ്ഞത്? ആ കാറ് നീ ഓടിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? അതായത് ആ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടല്ലോ, അത് നിന്റെ ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ആവില്ല. ശരി, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേഗാവട്ടെ, നിന്റെ കൈയൊന്ന് നീട്ടിക്കേ. ഈ ഫിംഗർ പ്രിന്റ്സ് എനിക്ക് കാറിന്റെ സ്റ്റിയറിംഗിൽ നിന്ന് കിട്ടിയതാ. അത് നിന്റെ ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ കുടുങ്ങിപ്പോയി. അങ്ങോട്ട് നോക്കൂ. കാരണം ഞാൻ ഈ സ്റ്റേഡിയം മുഴുവനും ലാൻഡ് മൈൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കളിക്കുന്ന കാര്യത്തിൽ ഞാൻ കിങ് ആണ്. ഞാൻ മാത്രം ജയിക്കും, മറ്റുള്ളവരെല്ലാവരും തോറ്റു പോകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 12. Yes, Kiko. Get ready to fly. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം നീ എന്റെ കയ്യിൽ വന്ന് കുടുങ്ങിപ്പോയി. ഡിറ്റക്റ്റീവ് ജെറ്റ്പറ്റിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയി. എന്ന് വെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്ന് അത് നേരിട്ട് കാണുകയും ചെയ്തു. നിങ്ങൾ രണ്ടാളുമുള്ള സ്ഥലത്ത് അവിടെ എപ്പോഴും റോങ്ങിനെ റൈറ്റിനെ ഒരിക്കലും ജയിക്കാനാവില്ല.